ജൂൺ 13 പുലർച്ചെ 200 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിലെ 100ഓളം കേന്ദ്രങ്ങളിൽ വൻ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ലോകത്തെ ഞെട്ടിച്ചതിന് പിന്നാലെ ടൈംസ് ഓഫ് ഇസ്രായേൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പുറത്തുവിടുന്നുണ്ട്. മൊസാദ് സെറ്റപ്പ് ഡ്രോൺ ബേസ് ഇൻ ഇറാൻ, UAVs took out missile launches overnight എന്നായിരുന്നു ആ വാർത്തയുടെ തലക്കെട്ട്. അതായത് മൊസാദും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ചേർന്ന് വർഷങ്ങളായി നടത്തിയ അതീവ രഹസ്യമായ ആസൂത്രണത്തിന്റെ പിൻബലത്തിലാണ് ഇറാൻ ആക്രമണം നടത്തുന്നത് എന്ന്. ഡ്രോണുകളും ആയുധ സാമഗ്രികളും IDF കമാൻഡോകളെയും വരെ അതീവ രഹസ്യമായി ഇറാനിലെത്തിച്ച് അവിടെ ഡ്രോൺ താവളങ്ങൾ നിർമ്മിച്ചു എന്നെല്ലാമായിരുന്നു വെളിപ്പെടുത്തൽ. ഈ റിപ്പോർട്ട് ശരിവയ്ക്കുന്ന ഏതാനും ദൃശ്യങ്ങൾ മൊസാദ് തന്നെ പിന്നീട് പുറത്തുവിട്ടു. ഇറാനികളെ തന്നെ ഉപയോഗിച്ചായിരുന്നു മൊസാദ് ഇറാന്റെ മണ്ണിൽ ഈ പറഞ്ഞ രഹസ്യ നീക്കങ്ങളും ചാരപ്രവർത്തനങ്ങളും എല്ലാം നടത്തിയത്. ഒരേ സമയം ഞെട്ടലും തിരിച്ചറിവുമായിരുന്നു ഇറാന് ഈ വെളിപ്പെടുത്തലുകൾ. ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകം അവർ ഇസ്രായേലിൽ പ്രത്യാക്രമണം ആരംഭിച്ചു. അതേസമയത്ത് തന്നെ സ്വന്തം മണ്ണിലും ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു ഇറാൻ. ഇസ്രായേൽ ചാരസംഘത്തിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവരെ ലക്ഷ്യമിട്ടുള്ള വ്യാപകമായ റെയ്ഡിന് തുടക്കമിട്ടു. യുദ്ധത്തിനും സംഘർഷത്തിനും താൽക്കാലിക വിരാമമായതോടെ ഇറാൻ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. യുദ്ധത്തിലെ സ്ട്രാറ്റജിക്കൽ വീഴ്ചകൾ പരിഹരിച്ച് പഴുതടയ്ക്കുകയാണ് മുന്നിലുള്ള വലിയൊരു ലക്ഷ്യം. അതിൽ പരമപ്രധാനം രാജ്യത്തെ തകർന്നു കിടക്കുന്ന ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ഉടച്ചുവാർക്കൽ തന്നെയാണ്. പരിഹാര ക്രിയകളുടെ ഭാഗമായി ഇറാൻ സൈന്യവും പോലീസും വിപ്ലവ ഗാർഡുമെല്ലാം ചേർന്നുള്ള ഊർജിതമായ പരിശോധനകളും റെയ്ഡുകളുമാണ് രാജ്യത്തുടനീളം നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം 700 മൊസാദ് ചാരന്മാരാണ് 12 ദിവസത്തിനകം ഇറാനിൽ പിടിയിലായിരിക്കുന്നത്. അതിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 3 പേരുടെ വധശിക്ഷയും നടപ്പാക്കി കഴിഞ്ഞു. വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മൊസാദിന്റെ വർഷങ്ങൾ നീണ്ട രഹസ്യ ഓപ്പറേഷനുകളുടെ ആത്മവിശ്വാസത്തിലാണ് ഇസ്രായേൽ ഇറാനിൽ കയറി ആക്രമിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ വലയത്തിൽ നുഴഞ്ഞു കയറി അവിടെ ഒരു രഹസ്യ നെറ്റ്വർക്ക് വികസിപ്പിച്ചെടുത്തായിരുന്നു മൊസാദ് ഓപ്പറേഷൻ. മൊസാദ് ഏജന്റുമാർ ഇറാനിലേക്ക് ഡ്രോണുകളും നൂതന ആയുധങ്ങളും ഒളിച്ചു കടത്തി. സ്യൂട്ട് കേസുകളിലും ഷിപ്പിംഗ് കണ്ടെയ്നറുകളിലും ട്രക്കുകളിലുമെല്ലാമായിരുന്നു ഈ ഡ്രോണുകളും ആയുധ സാമഗ്രികളും ഒരു ഈച്ച പോലും അറിയാതെ ഇറാനിലെത്തിച്ചത്. പിന്നാലെ മൊസാദ് ഇറാനിൽ ഒരു ഡ്രോൺ ബേസ് സ്ഥാപിച്ചുവെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. താവളത്തിൽ നിന്ന് ഡ്രോണുകൾ വിട്ട് ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തകർക്കാൻ മൊസാദിന് സാധിച്ചു. ഇറാന്റെ റഡാർ സംവിധാനങ്ങൾ നിർവീര്യമാക്കാനും മൊസാദ് ഏജന്റുമാർ കൃത്യമായി പദ്ധതി ആസൂത്രണം ചെയ്തു. സാധാരണ ചരക്ക് വാഹനങ്ങളിലെ ഡ്രൈവർമാർ മുതൽ ഇറക്കുമതി തൊഴിലാളികൾ വരെയുള്ളവരെ ഇതിനായി ഇസ്രായേൽ ചാരസംഘം ഉപയോഗിച്ചു. ഓപ്പറേഷന് തുടക്കമിടും മുൻപേ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മൊസാദ് ഏജന്റുമാർ ഇസ്രായേലിന് കൈമാറിയിരുന്നു. ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കിടയിൽ വരെ മൊസാദിന്റെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ചാരവൃത്തി നടത്തിയെന്ന് ഒരു വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 3 വർഷത്തോളം എടുത്താണ് ഇറാൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ ആക്രമണത്തിനുള്ള തന്ത്രപരമായ അടിത്തറ മൊസാദ് ഒരുക്കുന്നത്. നേരത്തെ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനി ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ കൊലപാതകങ്ങൾ ഇറാന്റെ ഇന്റലിജൻസ് ദൗർബല്യം പരസ്യമാക്കിയതാണ്. എന്നാൽ മൊസാദ് താവളങ്ങൾ സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം ഇറാന് ശരിക്കും ഞെട്ടലായിരുന്നു. അങ്ങനെയാണ് ഇസ്രായേൽ ആക്രമണത്തിനുള്ള പ്രത്യാക്രമണത്തിന് സമാന്തരമായി ഇറാനിൽ തന്നെ വൻതോതിലുള്ള മൊസാദ് വേട്ടയ്ക്ക് അവർ തുടക്കമിടുന്നത്. ഇറാൻ വിപ്ലവ ഗാർഡിന്റെ നേതൃത്വത്തിൽ മൊസാദിനായി ചാരവൃത്തി നടത്തിയെന്ന് സംശയിക്കുന്നവരെയെല്ലാം വ്യാപകമായി അറസ്റ്റ് ചെയ്തു. ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ട് പ്രകാരം 700-ലധികം പേർ ഇതിനോടകം തന്നെ അറസ്റ്റിലായി. ഇവരിൽ 3 പേർക്ക് ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നും ഉന്നത നേതാക്കളുടെ കൊലപാതക ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും ആരോപിച്ച് വധശിക്ഷ നടപ്പാക്കി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും ഹമദാൻ പോലുള്ള നഗരങ്ങളിലും വിപ്ലവ ഗാർഡ് വ്യാപകമായ റെയ്ഡുകൾ നടത്തുന്നുണ്ട്. മൊസാദിന്റെ ഒരു പ്രധാന കമാൻഡ് സെന്റർ തകർത്തതായും ഒട്ടേറെ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതായും ഗാർഡ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അർദ്ധ സൈനിക വിഭാഗമായ ബസീജ് യുദ്ധാനന്തരമുള്ള ഇറാന്റെ പ്രതീകമാണ്. പുറത്തു നിന്നുള്ള ശത്രുവിന്റെ ഭീഷണിക്ക് മുന്നിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു ഇറാനികൾ. എല്ലാ ഭിന്നതകളും മറന്ന് ദേശീയത എന്ന ഒറ്റ വികാരത്തിൽ ഭരണകൂടത്തെ അവർ പിന്തുണച്ചു. ഇപ്പോഴത്തെ ബസീജിൽ അണിനിരക്കാനായി യുവാക്കൾ കൂട്ടമായി എത്തുകയാണെന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വയം സന്നദ്ധരായി ആയിരങ്ങളാണ് പാരാമിലിറ്ററിയിൽ ചേരുന്നത്. മൊസാദ് ഏജന്റുമാരെ ലക്ഷ്യമിട്ടുള്ള വ്യാപകമായ പരിശോധനയും രഹസ്യാന്വേഷണങ്ങളുമാണ് ബസീജിന്റെ പുതിയ ദൗത്യം. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും മുഴുവൻ സംഘം പിടിമുറുക്കുകയാണ്. SUVകളും ട്രക്കുകളും ലോറികളും വാനുകളും എല്ലാം തടഞ്ഞു നിർത്തി പരിശോധന നടത്തുന്നു. പലയിടത്തു നിന്നും സ്ഫോടക വസ്തുക്കളും ഡ്രോൺ സാമഗ്രികളും എല്ലാം പിടിച്ചെടുക്കുന്നു. ലക്ഷങ്ങൾ വാങ്ങി മൊസാദിനും ഇസ്രായേലിനും വേണ്ടി ചാരവൃത്തി നടത്തുന്ന നിരവധി പേരെ ബസീജ് സംഘം സൈന്യത്തിന് കൈമാറിയതായും ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.